ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है। हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना। मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है कि ऑपरेशन सिंदूर अभी खत्म नहीं हुआ है। जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था। अब जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे। നമസ്കാരം. അർദ്ധരാത്രി പാകിസ്ഥാനിൽ സൂര്യൻ ഉദിപ്പിച്ച ഇന്ത്യൻ സൈനിക കരുത്തിന് പിന്നിൽ നമ്മുടെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മോസ് മിസൈൽ എന്ന ഔദ്യോഗിക സ്ഥിരീകരണം. ഇപ്പോൾ കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും സിനിമ പിന്നാലെ വരുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിരോധ മന്ത്രി. ബ്രഹ്മോസിന്റെ ചൂടറിഞ്ഞ പാകിസ്ഥാൻ പത്തി മടക്കുകയാണ്. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ നിരീക്ഷണ കാലത്തേക്ക് മാറ്റി നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറിന്റെയും പ്രസ്താവന ഇന്ത്യ തള്ളി. പാകിസ്ഥാനോട് മാത്രമല്ല പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങളോടും വിട്ടുവീഴ്ചയില്ലെന്നതാണ് ഇന്ത്യൻ നിലപാട്. ചുമതലയേൽക്കാൻ തുർക്കി സ്ഥാനപതി കാത്തിരിക്കണം. ടർക്കിഷ് എയർപോർട്ട് സർവീസ് കമ്പനിക്ക് പ്രവർത്തന വിലക്കാണ്. ഇതുവരെ അംഗീകരിക്കാത്ത അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായി ആശയവിനിമയം തുടങ്ങിയ ഇന്ത്യ തന്ത്രപ്രധാന നീക്കങ്ങളാണ് മേഖലയിൽ നടത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇനി എന്തൊക്കെ? പാകിസ്ഥാൻ ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമോ? പരിശോധിക്കാം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ KP ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ, ബ്രിഗേഡിയർ വേണു നായർ, റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ AM ഷിനാസ്, PJ വിൻസെന്റ്, അധ്യാപകരും വിദേശകാര്യ വിദഗ്ധരുമാണ്. ഇത്രയും അതിഥികളാണ് നമുക്കൊപ്പം ചേരുന്നത് ഇന്നത്തെ ചർച്ചയിൽ. ആദ്യം ശ്രീ KP ഫാബിയാൻ, നയതന്ത്ര തലത്തിൽ ചില നിർണായക നീക്കങ്ങൾ, ഇതുവരെ ഇല്ലാത്ത നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഫ്ഗാനിസ്ഥാനുമായി ഉള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു എന്നത്. അത് താലിബാൻ ഭരണകൂടം അവിടെ അധികാരമേറ്റതിനു ശേഷം ആ ഭരണകൂടത്തെ ഇതുവരെ അംഗീകരിക്കാത്ത ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു നീക്കമുണ്ടാകുന്നത്. മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഇത്തരം തന്ത്രപ്രധാന നീക്കങ്ങളെ എങ്ങനെ കാണണം? നമ്മൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലിരിക്കുന്ന താലിബാൻ ഗവൺമെന്റിനോട് എൻഗേജ് ചെയ്യുക. ഇത് നമുക്ക് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. കാരണം താലിബാൻ അവിടെ അധികാരം ഏറ്റെടുത്തപ്പോൾ ചൈന അടുത്തുകൂടി അവിടെ മൈനിങ് തുടങ്ങി. ലിഥിയം, കോപ്പർ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൈൻസ് മെറ്റൽസ് ഉള്ള സ്ഥലത്ത് ചൈന വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, അഫ്ഗാനിസ്ഥാൻ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നപ്പോൾ ഇന്ത്യ ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. ഇനി അത് പോട്ടെ, കഴിഞ്ഞത് പോയി. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഇത് തന്നെയുമല്ല, താലിബാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നത് പാകിസ്ഥാൻ ISIയുടെ ആണ് അവരുടെ ഉപദേഷ്ടാക്കള്. അപ്പോ എന്നിട്ട് ആദ്യമായിട്ട് കുറെ നാളത്തേക്ക് ഇവർ തമ്മിൽ വലിയ മമതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മമത പോയി. അതിന് കാരണം പാകിസ്ഥാനിലുള്ള അഭിപ്രായം, ഈ ജനറൽ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫാണ് അത് മെസ്സപ്പ് ചെയ്തെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുകയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ പ്രോജക്ട്സ് എല്ലാം പുനരുദ്ധരിപ്പിക്കണം. വളരെ നല്ല കാര്യം. ഒരു താലിബാൻ ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രവുമായി സഹകരണം ഏതൊക്കെ തലത്തിൽ എത്ര വരെ കൊണ്ടുപോകാൻ ഇന്ത്യയെ സംബന്ധിച്ചാകും? മാത്രവുമല്ല, ദൂരവ്യാപകമായി അതിനെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ഇന്ത്യയെ സംബന്ധിച്ച് വേണമോ? ഇന്ത്യൻ ജയിലിലുള്ള അഫ്ഗാനിസ്ഥാനികളെ വിട്ടയക്കുക തുടങ്ങിയ ഉപാധികൾ ഇതിനോടകം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം അഫ്ഗാനിസ്ഥാനുമായുള്ളത് അവര് സ്ത്രീകളുടെ റൈറ്റ്സ് അംഗീകരിക്കുന്നില്ല. അവർക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം, നമ്മൾ അവരുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് അവരോട് പറയണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ നല്ലതല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ആദരിക്കേണ്ടതാണ്. അതൊന്ന്. രണ്ടാമത്, അവിടെ ഒരു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ശരിക്കും നടക്കുന്നുണ്ടെന്ന്. നമ്മൾ ഒരു ഓഫർ ചെയ്യണം.
ആ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടേഴ്സ് നടത്താം. പക്ഷേ അവിടെ നമ്മൾ അഫ്ഗാൻ സ്ത്രീകളെ എംപ്ലോയ് ചെയ്യും. അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും പാടില്ല. അതായത് സ്ത്രീകളുടെ അവകാശങ്ങളെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ താലിബാൻ ഗവൺമെന്റ് ഭീകരപ്രവർത്തകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന്. അവർ റെസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ശ്രീ കെ പി ഫാബിയാൻ, നമ്മൾ ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോട് ഒരു സന്ധിയുമില്ല എന്നതാണ് ഇന്ത്യൻ നിലപാട്. ആ യുദ്ധം തുടരും എന്ന സന്ദേശം നൽകിക്കൊണ്ട് താലിബാൻ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടത്തെ ഒപ്പം നിർത്തുക എന്നത് സാധ്യമാണോ? ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അത് നീതീകരിക്കുന്ന, ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ആയിരിക്കുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താലിബാൻ ഇപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ്ഡ് അല്ല. അവരൊരു കാലത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ അവരോട് മിണ്ടില്ല, അവരുടെ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ നയം മാറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മറ്റൊന്ന്, തുർക്കിയോടും അസർബൈജാനോടും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടാണ്. നമുക്കറിയാം, പ്രത്യക്ഷമായി തന്നെ പാകിസ്ഥാനെ അനുകൂലിച്ച് രംഗത്തെത്തിയ രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ തുർക്കിയുടെ സ്ഥാനപതി ചുമതലയേൽക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ വ്യോമമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനെതിരെ എടുത്ത നടപടിയാണ്. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള അവരുടെ നീക്കം ഇതിനോടകം വാർത്തയായി തന്നെ വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് പാകിസ്ഥാനോട് മാത്രമല്ല, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളോടും ഇന്ത്യ നിലപാട് ഘടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അത് ഏതൊക്കെ തരത്തിലായിരിക്കും ഇന്ത്യയെ ബാധിക്കുക? ആ നിലപാട് ഇന്ത്യക്ക് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒരു പരിധിവരെ അങ്ങനെയുള്ള ഒരു നിലപാടിന് യുക്തിയുണ്ട്. അതായത് ചില ടർക്കിഷ് കമ്പനീസ് കോൺട്രാക്റ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവര് ആ ടെൻഡറിലൊക്കെ അവർക്ക് നല്ല സ്ഥാനമുണ്ട്. അപ്പൊ ഒരു പരിധിവരെ അതാവാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻസ് ടൂറിസ്റ്റ് ടർക്കിയിലേക്ക് പോകരുത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം എന്തിനാണ് ഒരു ഇന്ത്യൻ ടർക്കിയിലേക്ക് പോകുന്നത്? അത് എർദോഗാന്റെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനാണോ പോകുന്നത്? അല്ല. നമ്മൾ പോകുന്നത്, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്മസ് കാലത്ത്, നമ്മൾ പോകുന്നത് ടർക്കിയിൽ ഒരുപാട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഉണ്ട്, പിന്നെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് കാരണമാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ അവിടുത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനല്ല പോകുന്നത്. അതൊന്ന്. രണ്ടാമത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒരു ടർക്കിഷ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കരാറ് ഇപ്പോൾ സസ്പെൻഷനിൽ വെച്ചിരിക്കുകയാണ്. അതിന് നാഷണൽ സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, രണ്ട് യൂണിവേഴ്സിറ്റീസ് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുക എന്നുള്ളത്. പിന്നെ അസർബൈജാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. അസർബൈജാനും അർമേനിയയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു, നഗോർണ കറബാഗ്. ആ കാര്യത്തിൽ ഇന്ത്യ, അതിൽ യുദ്ധം ഉണ്ടായി. അതിൽ ഇന്ത്യ അർമേനിയക്ക് ഒരുപാട് വെപ്പൺസ് വിറ്റു. കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് $600 മില്യൺ വിലയുള്ള വെപ്പൺസ് വിറ്റു. അത് അസർബൈജാന് ഇഷ്ടമായില്ല. അത് കാരണമാണ് അസർബൈജാൻ ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അസർബൈജാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പൊ 24 കുറച്ച് കുറവായിരുന്നു, ഏതാണ്ട് $700 മില്യൺ ഡോളർ വരുമെന്നാണ് എൻ്റെ ഓർമ്മ. 23 അത് 1.2, അതിൽ 1700 മില്യൺ ആയിരുന്നു. അപ്പൊ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അസർബൈജാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടേയിരിക്കും. അത് നിർത്തുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് നല്ലതാണ്. മറ്റൊന്ന്, പാകിസ്ഥാൻ ഇപ്പോൾ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. അത് പാക് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ ഇഷാഖ് ദറും ഒക്കെ അത്തരമൊരു സന്നദ്ധത, ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഭീകരത
എന്ന വിഷയത്തിൽ ഒപ്പം തന്നെ POKയുടെ കാര്യത്തിൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ്. ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം സാധ്യമാണ്? ഇതുവരെയുള്ള ഇന്ത്യൻ സമീപനങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചാൽ അതിനോട് സഹകരിക്കുക എന്നതായിരുന്നു. ഇനിയുള്ള കാലത്ത് നമുക്ക് ഭീകരതയെക്കുറിച്ച് മാത്രം ചർച്ച എന്നൊരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, അതിൽ ഉറച്ച് മുന്നോട്ട് പോവുക എന്നത് എത്രമാത്രം സാധ്യമാകും? എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ നയത്തിൽ പാകിസ്ഥാനോട് മിണ്ടില്ല, അവര് ഭീകരത എന്താ പറയുക അബാൻഡൻ ചെയ്യണ വരെ അവരോട് മിണ്ടില്ല. ആ നിലപാട് കൊണ്ട് നമുക്കൊന്നും മെച്ചം കിട്ടിയിട്ടില്ല. പാകിസ്ഥാനോട് നമ്മൾ സംസാരിക്കണം. പക്ഷെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഭീകരതയുടെ കാര്യമായിരിക്കണം. അത് മുന്നിട്ട് മീഡിയയോട് പറയേണ്ട ആവശ്യമില്ല. ചർച്ചയ്ക്ക് സമ്മതിക്കുക, എന്നിട്ട് ചർച്ച കൂടുമ്പോൾ ഇത് പറയുക. ഒരു പ്രശ്നമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയുടെ കാര്യത്തിൽ. അതായത് ഇപ്പോൾ ഫോറിൻ സെക്രട്ടറി ലെവൽ ചർച്ചയാണെങ്കിൽ തന്നെയും ആദ്യം ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ഇന്ത്യൻ മീഡിയയോട് പറയും, ഞങ്ങൾ ഇതാണ് പാകിസ്ഥാനോട് പറയാൻ പോകുന്നത്, ഒരു മുന്നറിയിപ്പ് നൽകാൻ പോവുകയാണ്, ഒരു വാർണിംഗ് നൽകാൻ പോവുകയാണ്. പാകിസ്ഥാൻ ഫോറിൻ സെക്രട്ടറി അതുപോലെ പാകിസ്ഥാൻ മീഡിയയോട് പറയും. ഇങ്ങനെയല്ല ക്ലാസിക്കൽ ഡിപ്ലോമസി. ക്ലാസിക്കൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ, ചർച്ച എന്ന് പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പുറത്തേക്ക് വിടാം. അല്ലാതെ മീഡിയയോട് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ചർച്ച തുടങ്ങുന്നത് ഒട്ടും ബുദ്ധിപരമല്ല. ഒറ്റ കാര്യം കൂടി ശ്രീ KP ഫാബിയാൻ, നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഈ ടെററിസവും ട്രേഡും ഒരുമിച്ച് പോകില്ല, ടെററിസവും ടോക്കും ഒരുമിച്ചുണ്ടാകില്ല, വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞത്, സിന്ധു നദീജല ഉടമ്പടി നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിലൂടെ പാകിസ്ഥാന്റെ വെള്ളം തടയാനുള്ള ഏതൊരു ശ്രമത്തെയും യുദ്ധ നടപടിയായി കണക്കാക്കും എന്നതാണ്. ഇന്ത്യ ഏതൊരു ടെറർ നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നതും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. അത് എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് മനസ്സിലാകുന്നു. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പാകിസ്ഥാനെ വരുതിക്ക് വരുത്താനുള്ള ഇന്ത്യയുടെ ശ്രമം എത്രമാത്രം സാധ്യതയുള്ളതാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിനാരിയോ, അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു ഉറപ്പ് കൊടുക്കുക, പരസ്യമായിട്ടല്ല, കോൺഫിഡൻഷ്യൽ ഡിപ്ലോമാറ്റിക് ടോക്സിൽ, അതായത് ഭാവിയിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാതൊരു തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസും പാകിസ്ഥാൻ പെർമിഷൻ കൊടുക്കില്ല. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് അത് ഇന്ത്യ അത് ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇന്ത്യ പറയണം, നല്ല കാര്യം, പക്ഷേ പ്രസിഡന്റ് റേഗൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രസ്റ്റ് ബട്ട് വെരിഫൈ. അതുകൊണ്ട് പാകിസ്ഥാൻ കുറച്ച് കോൺസിക്വൻഷ്യൽ ആക്ഷൻ എടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുക. പിന്നെ അവിടെ ട്രെയിനിങ് കൊടുത്തിരുന്ന യുവാക്കൾക്ക് അവര് പ്രായം കുറവാണെങ്കിൽ അവർ സ്കൂളിലേക്ക് അയക്കുക, പ്രായം കൂടുതലാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുക. അതിൽ നേതാക്കളെ, അത് നടത്തിക്കൊണ്ടിരുന്ന മേധാവികളെ അവരെ തടങ്കലിൽ വെച്ചിട്ട് പ്രൊസീഡിങ്സ് എടുക്കുക. ഇത് പാകിസ്ഥാൻ ചെയ്യണം. ഇത് ഇന്ത്യക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പറയണം, ഞങ്ങൾ വെരിഫൈ ചെയ്തു, ഞങ്ങൾ ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലേക്ക് തിരികെ വരാൻ തയ്യാറാണ്. അത് ആ ട്രീറ്റി തന്നെ റീനെഗോഷിയേറ്റ് ചെയ്യണമെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ആ ട്രീറ്റിയിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇന്ത്യ പറയണം. ഇത് ഇന്ത്യക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്, പാകിസ്ഥാൻ ലോയർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ലോയർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പാകിസ്ഥാന്റെ ലോയർ റൈപ്പേറിയൻ സ്റ്റേറ്റിന്റെ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് കുറെ നാളത്തേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ ചൈന പറയും, നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ നിങ്ങളോടും ചെയ്യും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. വേറെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അബയൻസ് വെച്ചത് ടെക്നിക്കൽ മാറ്ററാണ്. നദിയിലെ വെള്ളം ഒഴുകും, അത് നിർത്തണവരെ. അത് നിർത്തണമെങ്കിൽ കനാൽസും റിസർവോയർസും ഒക്കെ വേണം. അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പാകിസ്ഥാന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമയമുണ്ട്.
ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വെരിഫൈ ചെയ്താൽ ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലേക്ക് തിരികെ പോകണം. വളരെ നന്ദി ശ്രീ KP ഫാബിയാൻ, ഞങ്ങളോട് സഹകരിച്ചതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും. ഞാൻ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ വേണു നായർ, റിട്ടയർഡ് ബ്രിഗേഡിയർ, നമുക്കൊപ്പം ചേരുകയാണ്. ബ്രിഗേഡിയർ വേണു നായർ, ബ്രഹ്മോസ് ഇന്ത്യ പ്രയോഗിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വന്ന ദിവസമാണ് ഇന്ന്. പാകിസ്ഥാൻ വിറച്ചത് ബ്രഹ്മോസ് പ്രയോഗത്തിലാണോ? താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? രേണുക ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇന്നത്തെ രാജ്യരക്ഷാ മന്ത്രിയുടെ സ്ഥിരീകരണം, നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു, 15 ബ്രഹ്മോസാണ് ഉപയോഗിച്ചത് എന്ന സ്ഥിരീകരണത്തോടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ബ്രഹ്മോസാണ്. ബ്രഹ്മോസിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2005 20 വർഷം മുമ്പ് ബ്രഹ്മോസിൻ്റെ ചേട്ടനായ അഗ്നി 2 ആദ്യമായിട്ടൊരു ബ്രിഗേഡ് ആയപ്പോൾ ആ ബ്രിഗേഡിനെ കമാൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 2006 2008 ഈ കാലഘട്ടങ്ങളിൽ. അതിൻ്റെ അന്ന് ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും ലോങ്കസ്റ്റ് റേഞ്ച് മിസൈലായിരുന്നു അഗ്നി 2. അതിൻ്റെ റേഞ്ച് 2000 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അത് ബാലിസ്റ്റിക് മിസൈലാണ്. വേറാസ് ബ്രഹ്മോസ് ഈസ് എ ക്രൂയിസ് മിസൈൽ. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയർ വിട്ടിട്ട് പിന്നെ റീ എൻ്റർ ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ടെക്നോളജി വേറെയാണ്. അത് എൻ്റെ ചൈനയുടെ പ്രദേശങ്ങളൊക്കെയാണ് അത് നോട്ടമിട്ടിരുന്നത് ആ കാലത്ത്. അപ്പോൾ ബ്രഹ്മോസിൻ്റെ എൻ്റെ അഗ്നി 2 അനുഭവങ്ങൾ ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാവുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മോസിൻ്റെ കാര്യം പറയുമ്പോൾ അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അത് പ്രൊഡക്ഷനായി, ഇപ്പോൾ ബാറ്റിൽ ടെസ്റ്റിംഗ് നടത്തിയിരിക്കുകയാണ്. ഈ ബ്രഹ്മോസ് ഫിലിപ്പീൻസ് മുതലായ രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. ഈ കരാർ ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. പോയോ എന്നുള്ള പ്രോഗ്രസ് എനിക്കറിയില്ല. ആ രീതിയിലാണ്. അതിൻ്റെ ഒന്ന് റിവൈസ് ചെയ്താൽ അതിൻ്റെ ഡേറ്റ 2.8 മാക്കാണ് ഈ ബ്രഹ്മോസിൻ്റെ സ്പീഡ്. അപ്പോൾ 290 കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ഇപ്പോഴുള്ള മാക്സിമം റേഞ്ച്. അത് ഈ ഒരു മിസൈൽ റെസ്ട്രിക്ഷൻ, അതിൻ്റെ ഒരു സ്ട്രീറ്റ് ഉള്ളതുകൊണ്ടാണ് 300 കവിഞ്ഞ് നമുക്ക് പോകാൻ പറ്റാത്തത്. പക്ഷേ ആസ് ഫാർ ആസ് പാകിസ്ഥാൻ ഈസ് കൺസേൺഡ്, ഈ ഒരു വെപ്പൺ ബ്രഹ്മാസ്ത്രമായിരുന്നു എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഹൈപ്പർസോണിക് വെർഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 5 മാക്ക് ആൻഡ് എബവ് ആണ് ഹൈപ്പർസോണിക്. അതിൻ്റെ റേഞ്ച് ഞാൻ മനസ്സിലാക്കുന്നത് അബൌട്ട് 6000 കിലോമീറ്റേഴ്സ് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് അഗെയിൻ ക്രൂയിസ് മിസൈലാണ്, ബട്ട് എയർ ബ്രീതിങ് ഒരു ടെക്നോളജിയാണ് അതിനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ടത് ഇത് ഒരു തുടക്കം മാത്രമാണ്. ബ്രഹ്മോസ് ഉപയോഗിച്ചത് ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരെ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ സർഗോദയുടെ അടുത്തുള്ള ആ ഹിൽസിൻ്റെ അവിടെയൊക്കെ ഉപയോഗിച്ചുള്ള ആണെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഫ്രം ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് പാകിസ്ഥാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ സാമ്പിളാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഈ മിസൈൽ സൂപ്പർ പവർ എന്നുള്ള ഇതിലൂടെ നമ്മൾ തെളിയിച്ചത് ഈ കേപ്പബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു റീജിയണൽ സൂപ്പർ പവർ, സൗത്ത് ഏഷ്യയിൽ നമ്മളൊരു സൂപ്പർ പവർ ആയി എന്ന് നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തു. ഇതുപോലെ ബാറ്റിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ വേറെ ആരുടെ കയ്യിലുമില്ല. ഇപ്പോൾ ഫീൽഡ് ചെയ്ത് പരാജയപ്പെട്ടത് ചൈനയുടെ HQ-9 എന്നുള്ള ആ ഒരു മിസൈൽ സിസ്റ്റമാണ്. ആക്ച്വലി പേപ്പറിൽ അവർ പറയുന്നത് ഇറ്റ്സ് കമ്പയറബിൾ ടു നമ്മുടെ 400 നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ച ആ സിസ്റ്റത്തിന് ഇതാണെന്ന് പറയുന്നത്. അതിൻ്റെ കേപ്പബിലിറ്റി 200 to 300 കിലോമീറ്റർ ഡെപ്തിലുള്ള ടാർഗറ്റുകളെ അത് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു 100 ടാർഗറ്റ്സിൻ്റെ ഡേറ്റ എടുക്കാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ എൻഗേജ് സൈമിൾട്ടേനിയസ്ലി 50 ഈ ടാർഗറ്റ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് അമ്പേ പരാജയമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കേണ്ടതാണ്. നമ്മുടെ പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ മിസൈൽസും ബ്രഹ്മോസും നമ്മുടെ മുൻനിര ഫൈറ്റേഴ്സിൽ നിന്നുള്ള മിസൈൽസും എല്ലാം പോയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ ചൈനീസിൻ്റെ ആ ഒരു ഗ്യാരണ്ടി പോയി.
അതുപോലെ JF-17 നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ എല്ലാം സ്റ്റോക്ക് വാല്യൂ തന്നെ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഡ്രോണുകളും നമ്മുടെ ഡ്രോണിൽ നമ്പർ ഓഫ് ഡ്രോൺസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ബാറ്റിൽ ടെസ്റ്റഡ് ആയി. ഈ ഡ്രോണിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഒരു യുദ്ധം കൊണ്ട് തെളിയിച്ചത് ഇന്ത്യ ഈസ് റെഡി ഫോർ ദ മോഡേൺ വാർഫെയർ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ആർമിയിൽ നിന്ന് വിട്ടിട്ട് കുറേ കാലമായ എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളും വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം നോക്കിക്കാണുന്ന ഒരാളായതുകൊണ്ട് ഈ സ്വാം ഡ്രോൺ ടെക്നോളജി മുതലായവയെ പറ്റി ആകുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ പ്രതികരിക്കാൻ പ്രാപ്തരാണെന്നുള്ള കാര്യമൊക്കെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 3 days വാർ കൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റ് അത് തെളിയിച്ചിരിക്കുകയാണ്. നാസായിലുള്ള ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യൻ വംശജർ മാത്രമല്ല, ഇവിടെയുള്ള നമ്മുടെ DRDOയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിന് എല്ലാം റെഡിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന 97-2000 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ AD ഡയറക്ടറേറ്റുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോഴും ഈ പ്രൊജക്ട് നമ്മുടെ ആകാശ് അന്നും ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. 2009 അവർ ശരിയാകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പോൾ വളരെ ശക്തിയായ മിസൈൽസും നമ്മുടെ പ്രതികരണ ശേഷിയുള്ള ശേഷിയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളാണ്. ഈ ഡ്രോണിൻ്റെ കാര്യം മിസ്റ്റർ ഫാബിയാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എന്താണ് ടർക്കിയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം? ഈ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള ഒരു യുദ്ധങ്ങൾ വർഷങ്ങൾ നിറഞ്ഞതാണ്. ഏറ്റവും ലാസ്റ്റ് യുദ്ധം നടക്കുന്നത് 2023 അതിൽ നമ്മളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ടാണ് അസർബൈജാന് അർമേനിയയുടെ ഈ നഗാർനോ കരബാക്ക് എന്നുള്ള എൻക്ലേവിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ടാങ്ക്സ്, അവരുടെ ഗൺസ് എല്ലാം നശിപ്പിച്ചായിരുന്നു. അത് ടർക്കിയും ഇറാനും കൊടുത്ത ഡ്രോണുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് തോറ്റ് പിൻവാങ്ങേണ്ടി വന്നത്. അവിടുത്തെ ഒരു 100,000-ഓളം അർമേനിയൻസ് ബേസിക്കലി ക്രിസ്ത്യൻസ് ആണ്. അസർബൈജാൻ അറിയാലോ മുസ്ലിമാണ്. അതുകൊണ്ടാണ് മറ്റേ ടർക്കിയുടെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ അർമേനിയയെ നമ്മളാണ് സഹായിക്കുന്നത് വെച്ചാൽ അവിടെ കൂടെ പോകുന്ന ഇക്കണോമിക് കോറിഡോറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും പ്രഹരശേഷിയുള്ള ഒരു ഡ്രോൺ സിസ്റ്റമൊക്കെ വരുമ്പോൾ അതിനെ പ്രതികരിക്കാനും അതിനെ തടുക്കാനുമുള്ള കരുത്ത് നമ്മൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശക്തരാണ്, നമ്മൾ ശക്തരാണ് എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ബ്രഹ്മോസിന്റെ ഉപയോഗം നടന്നു എന്നത് ഇന്ന് പ്രതിരോധ മന്ത്രി സ്ഥിരീകരിക്കുക കൂടി ചെയ്തിരുന്നു. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ വിയറ്റ്നാം മുതൽ സൗദി അറേബ്യ വരെയുള്ള രാഷ്ട്രങ്ങൾ ഈ ക്രൂയിസ് മിസൈൽ ഉറപ്പാക്കാൻ കൂടുതൽ ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊരു സ്ഥിരീകരണം കൂടിയാണ് ഇന്നുണ്ടായത്. ശ്രീ AM ഷിനാസ്, ഇവിടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നു ഒരു ട്രെയിലർ മാത്രമാണ് ഇതുവരെ കണ്ടത് എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നും പറയുന്നു. അപ്പോൾ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് ഇന്ത്യ ഇതിനോടകം പ്രഖ്യാപിച്ചതാണ്. അത് തുടരുമെന്ന സൂചന രാഷ്ട്രം ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചർച്ചയ്ക്കുള്ള സന്നദ്ധത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ പോലും ഉറപ്പുകളില്ലാതെ അതിലേക്കില്ല, ഒരു ടേബിളിന് മുന്നിലേക്കില്ല എന്ന് ഇന്ത്യ നൽകുന്നത് ഒരു ഉറച്ച സന്ദേശം തന്നെയാണ്. അതെ, ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് പറഞ്ഞാൽ സൈനികാക്രമണങ്ങൾ, സൈനികമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരും എന്നല്ല. ഇങ്ങോട്ട് സൈനികമായിട്ട് ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യ തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയുടെ ഏറ്റവും ഉന്നത നേതാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടൊപ്പം തന്നെ പല നിർണായകമായ നയതന്ത്ര നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും പരമപ്രധാനം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ്. അപ്പൊ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജീവനാഡിയാണ്. പാകിസ്ഥാനിലെ കൃഷി ചെയ്യാവുന്ന കൾട്ടിവേറ്റഡ് ലാൻഡിന്റെ 93% ഈ സിന്ധു നദീജല ശൃംഖലയിൽ നിന്നുള്ള ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതായത് 16 മില്യൺ ഹെക്ടേഴ്സ് ഭൂമിയാണ്. ആ ഭൂമിയിലെ കൃഷി ഈ നദീജല ശൃംഖലയിൽ നിന്നുള്ള ജലവിതരണത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. ഈ കരാർ അനുസരിച്ച് 1960 ലോകബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയ ഈ കരാർ അനുസരിച്ച് പാകിസ്ഥാന് 99 ബില്യൺ ക്യൂബിക് മീറ്റർ ജലമാണ് ലഭിക്കുന്നത്. ഇന്ത്യക്ക് 41 ബില്യൺ ക്യൂബിക് മീറ്റർ ജലവും. അപ്പൊ പാകിസ്ഥാനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്.
അപ്പോ 92% കൾട്ടിവേറ്റഡ് ലാൻഡ് ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. 80% ജലസേചനം ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. പാകിസ്ഥാന്റെ 25% GDP ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായ ലാഹോർ, കറാച്ചി, മുൾട്ടാൻ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞാൽ അവരുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഒരു അസീം മുനീർ പറഞ്ഞില്ലേ, കാശ്മീർ ഞങ്ങളുടെ പാകിസ്ഥാന്റെ ജഗുലാർ വെയിനാണ് എന്ന് പറഞ്ഞ മാതിരി പാകിസ്ഥാന്റെ സാമ്പത്തിക, കാർഷിക, ജലസേചന, സാമ്പത്തിക മേഖലകളിലെ ജഗുലാർ വെയിനാണ് വാസ്തവത്തിൽ സിന്ധു നദീജല കരാറും അതുമായി ബന്ധപ്പെട്ട നദീജല ശൃംഖലകളും. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കഴിഞ്ഞ ആഴ്ച കത്തെഴുതിയത് ഇതെങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിക്കണം, ഇൻഡസ് കമ്മീഷണർമാർ തമ്മിൽ ചർച്ച നടത്തണം. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ചർച്ച ഇനി നടക്കൂ. അപ്പോൾ നേരത്തെ ശ്രീ KP ഫാബിയാൻ വളരെ യുക്തിസഹമായി ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഭീകര ശൃംഖലകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്മാൻഡിൽ ചെയ്യാതെ, അതുപോലെ ഇന്ത്യക്കെതിരെയുള്ള ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാതെ, അത് ഇന്ത്യക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, ക്രിയാത്മകമായ നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഇത് മരവിപ്പിച്ചത് ഇന്ത്യ പുനഃപരിശോധിക്കും. കാരണം ഇതിന് ഒരു മാനുഷിക വശമുണ്ട്. ഇത് പാകിസ്ഥാൻ എന്ന അസീം മുനീർ നയിക്കുന്ന അല്ലെങ്കിൽ ഷഹബാസ് ഷരീഫ് നയിക്കുന്ന രാഷ്ട്രത്തെ മാത്രമല്ല, അവിടുത്തെ മില്യൺസ് ഓഫ് ഫാമേഴ്സ് ഇതിനെ ആശ്രയിച്ചാണ് അവരുടെ ജീവസന്ധാരണം. അപ്പോ അതിന്റെ ഒരു മാനുഷിക വശം കൂടിയുണ്ട്. നേരത്തെ ബ്രിഗേഡിയർ പറഞ്ഞതുപോലെ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി കടക്കാം. ഇപ്പോൾ ആർമേനിയ, അസർബൈജാൻ. ആർമേനിയയിൽ 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലും വിദ്യാർത്ഥിയായി 4-5 വർഷം ഞാൻ താമസിച്ചിട്ടുണ്ട്. ആ കാലത്ത് തന്നെ അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലും പോയിട്ടുണ്ട്. 89-ലാണ് ആർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം നാഗോർണോ കരബാഖിനെ ചൊല്ലി പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് ഗോർബച്ചേവിന്റെ കാലമായിരുന്നു. അതുകൊണ്ട് ആ യുദ്ധത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെ നാഗോർണോ കരബാഖ് എന്ന ആർമേനിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമാണ്, അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. അങ്ങനെ ആ 90കളിൽ ആർമേനിയ നാഗോർണോ കരബാഖ് പിടിച്ചെടുത്തു. അതിന്റെ ആർമേനിയയുടെ ഭാഗമല്ല, ഒരു അസ്ട്രഖാൻ, ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് 2023-ലല്ല 2020-ലാണ് ആർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധമുണ്ടാകുന്നത്. അതിൽ തുർക്കിയുടെ അകമഴിഞ്ഞ സഹായമുണ്ടായിരുന്നു. റഷ്യ ആർമേനിയയെ സഹായിച്ചുമില്ല. അങ്ങനെ തുർക്കിയുടെ ഡ്രോണുകൾ ആദ്യമായി ഒരു വമ്പിച്ച യുദ്ധപ്രകടനം നടത്തുന്നത് നാഗോർണോ കരബാഖിലാണ്. അങ്ങനെ നാഗോർണോ കരബാഖ് എന്ന ആ മേഖല അസർബൈജാൻ പൂർണ്ണമായും പിടിച്ചെടുത്തു. ഇനി തുർക്കിയുടെ കാര്യം എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് തുർക്കിയുടെ ഒരു സാമന്ത രാഷ്ട്രമാണ് വാസ്തവത്തിൽ ആർമേനിയയിൽ അസർബൈജാൻ. എത്നിക്കലി അവര് വളരെ ക്ലോസ് ആയിട്ടുള്ള ജനതയാണ്. രണ്ടും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. തുർക്കിയുടെ കാര്യത്തിൽ നമ്മളൊരു 50 കൊല്ലം പിന്നോട്ട് പോയാൽ 1974-ൽ ഈ സൈപ്രസിൽ ഗ്രീക്ക് സൈപ്രിയോട്സും ഉണ്ട്, ടർക്കിഷ് സൈപ്രിയോട്സും ഉണ്ട്. അപ്പൊ ഗ്രീക്ക് സൈപ്രിയോട്സും ടർക്കിഷ് സൈപ്രിയോട്സും തമ്മിലുള്ള ഒരു ആഭ്യന്തര കലഹം ഉണ്ടായപ്പോൾ തുർക്കി ഇടപെടുകയും സൈപ്രസിന്റെ വടക്കൻ ഭാഗം ഏതാണ്ട് 36% സൈപ്രസ് പിടിച്ചെടുത്ത് ഒരു ടർക്കിഷ് സൈപ്രസ് റിപ്പബ്ലിക് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ഗ്രീസും തുർക്കിയും തമ്മിൽ സൈപ്രസിനെ പറ്റി ഇപ്പോഴും കലഹത്തിലാണ്. ആ കലഹത്തിൽ അന്ന് 74-ൽ തന്നെ പാകിസ്ഥാൻ തുർക്കിക്ക് സൈനിക സഹായം നൽകിയിരുന്നു. സൈപ്രസിന്റെ കാര്യത്തിൽ എക്കാലത്തും പാകിസ്ഥാൻ തുർക്കിയോടൊപ്പമായിരുന്നു, ഇന്ത്യ ഗ്രീസിനോടൊപ്പം. അപ്പൊ സിയാളക് 80കളുടെ അവസാനം പറഞ്ഞത് സൈപ്രസ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തുർക്കിയായിരിക്കുമെന്നാണ്. മറ്റൊരു മാനമുള്ളത്, ഇപ്പോ എർദോഗാൻ എന്ന് പറയുന്ന ഈ തുർക്കി പ്രസിഡന്റ് 2003-ലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത്. 2014-ലാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. ഏതാണ്ട് ഈ ഒരു 10-20 വർഷത്തിനിടയിൽ 10-ലധികം തവണ, ഒരു ഡസൻ തവണ പാകിസ്ഥാൻ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റ് ലോകവീക്ഷണമാണ്.
1974-78 കാലഘട്ടത്തിൽ ഇസ്താംബുൾ മേയർ ആയിരുന്നു എർദോഗാൻ. അന്ന് ആ ഇസ്താംബുൾ മേയർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തെറിക്കാനുള്ള കാരണം ഒരു തുർക്കി കവിത ആലപിച്ചതിനാണ്. ആ കവിതയുടെ വരികൾ ഇങ്ങനെയാണ്, അത് ശ്രദ്ധേയമാണ്. പള്ളികൾ ഞങ്ങളുടെ ബാരക്സ്, പട്ടാള താവളങ്ങളാണ്. അവയുടെ കുംഭഗോപുരങ്ങൾ ഞങ്ങളുടെ ഹെൽമെറ്റുകളാണ്. അവയുടെ മിനാരങ്ങൾ ഞങ്ങളുടെ ബയനറ്റുകളാണ്. അവയിൽ ആ പള്ളികളിൽ വരുന്ന സത്യവിശ്വാസികൾ ഞങ്ങളുടെ സൈനികരാണ്. ഈ കവിത ഉദ്ധരിച്ചതിനാണ് അന്ന് മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത്. പിന്നീട് 2000-ന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുകയും 2003-ൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഡ്രോണുകൾ മാത്രമല്ല, പാകിസ്ഥാന് ആയുധ വിതരണം നടത്തുന്ന ഏറ്റവും കൂടുതൽ ആയുധ വിതരണം നടത്തുന്ന ഒന്നാമത്തെ രാജ്യം ചൈനയാണെങ്കിൽ രണ്ടാമത്തെ രാജ്യം തുർക്കിയാണ്. മറ്റൊരു കാര്യം കൂടി, ഈ തുർക്കിയും സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് രാഷ്ട്രങ്ങൾ, ഖത്തർ ഒഴികെയുള്ള, അവരൊരു മത്സരത്തിലാണ്. അതായത് ഈ മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യാതിർത്തി ഭേദമന്യേ ഭാഷാ ഭേദമന്യേയുള്ള ആഗോള മുസ്ലിം സമുദായത്തെയാണ് ഇസ്ലാമിൽ ഉമ്മ എന്ന് പറയുന്നത്. ഈ മുസ്ലിം ഉമ്മയുടെ, മുസ്ലിം ആഗോള സമുദായത്തിന്റെ നേതൃത്വം ആർക്ക് എന്നതിനെ ചൊല്ലിയുള്ള ഒരു കലഹം, ഒരു തർക്കം, ഒരു മത്സരം സൗദി നേതൃത്വത്തിലുള്ള അറബ് രാഷ്ട്രങ്ങളും തുർക്കിയുടെ നേതൃത്വത്തിലുള്ള അറബിതര രാഷ്ട്രങ്ങളും തമ്മിലുണ്ട്. അതിന്റെ ഏറ്റവും അസന്നിഗ്ധമായ വെളിപ്പെടുത്തലായിരുന്നു 2019-ൽ കൊലാലംപൂരിൽ നടന്ന ഒരു ഉച്ചകോടി. അതിൽ തുർക്കി, പാകിസ്ഥാൻ, ഖത്തറും സൗദിയും തമ്മിൽ ഉരസലാണ് എന്ന് നമുക്കറിയാം. ഖത്തർ, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ ഈ 5 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അപ്പോൾ തുർക്കിയുടെ ആ രീതിയിലുള്ള ഒരു ഭൗമരാഷ്ട്രീയ തന്ത്രപരമായ രാഷ്ട്രീയവും അതിന് പിന്നിലുണ്ട്. അപ്പോ കാശ്മീർ വിഷയത്തിലാവട്ടെ, എക്കാലത്തും തുർക്കി പാകിസ്ഥാന്റെ നിലപാടിനോടൊപ്പമായിരുന്നു. അടുത്ത കാലം വരെ ഇന്ത്യയിലെ തുർക്കി അംബാസഡറെ വിളിച്ച് കാശ്മീർ വിഷയത്തിൽ തുർക്കി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് നമ്മൾ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ എല്ലാ തലങ്ങളിലും പാകിസ്ഥാന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. തീർച്ചയായും അത് തന്നെയാണ് പഹൽഗാം വിഷയത്തിലും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. ശ്രീ PJ വിൻസെന്റ്, IMF-ന്റേതുൾപ്പെടെയുള്ള ഫണ്ട് പാകിസ്ഥാൻ എന്തിന് വിനിയോഗിക്കുന്നു എന്ന് ഇന്ന് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ തകർന്ന ഭീകര താവളങ്ങൾ പോലും പുനരുദ്ധരിക്കാനാണ് ഈ വിദേശ ഫണ്ടുകൾ പോലും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന് ലോകരാഷ്ട്രങ്ങളോട് പറയുന്ന തരത്തിൽ രാജ്നാഥ് സിംഗ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ തുർക്കിയോട്, അസർബൈജാനോടൊക്കെ ഇന്ത്യ സമീപനം മാറ്റുകയാണ്. അത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി വേണമോ കാണാൻ? ഒരേ തലത്തിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അതേസമയം എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ സാഹചര്യങ്ങൾ എന്നത് വിശദീകരിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ച്, ഒരു സമിതിയല്ല 8 സമിതികൾ നിശ്ചയിച്ച് അവർ US-ലും UK-ലും മറ്റ് രാഷ്ട്രങ്ങളിലും എത്തി അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂടി ഇന്ത്യ തയ്യാറെടുക്കുന്നു. അപ്പോൾ മറുപടിയും വിശദീകരണവും എല്ലാം നടത്തുന്ന ഒരു പ്രത്യേക നയതന്ത്രത്തിലേക്ക് ഇന്ത്യ പോകുന്നു. അതെ, തീർച്ചയായിട്ടും അതെ. ഈ സമീപകാലത്ത് ഇന്ത്യയുടെ നയത്തിൽ 2016 ശേഷമാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നത്. ഇപ്പം 1999-ലെ കാർഗിൽ യുദ്ധകാലത്തൊന്നും LOC ക്രോസ് ചെയ്തിരുന്നില്ല. എന്നാൽ 2016-ലെ ഉറി ആക്രമണത്തിന് ശേഷമാണ് ആദ്യമായി ഇന്ത്യ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ LIC ക്രോസ് ചെയ്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. 2019 ഫെബ്രുവരി 14-ലെ പുൽവാമയ്ക്ക് ശേഷം ഫെബ്രുവരി 26-ന് ഖൈബർ പഷ്തൂൺഖ പ്രൊവിൻസസിലുള്ള, എന്ന് വെച്ചാൽ പാകിസ്ഥാനിലുള്ള ബലാക്കോട്ട് ആക്രമിച്ചു. അതിനുശേഷം പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര ബോർഡർ കടന്ന് പാകിസ്ഥാനിലുടനീളം ഇന്ത്യ ആക്രമണം നടത്തുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 2 തലത്തിൽ ഈ സംഘർഷത്തെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, അതുമായിട്ട് കണ്ണു ചേർത്താണ് ഈ ഇന്ത്യ പാക് സംഘർഷത്തെ ഇന്ത്യ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അതിർത്തി കടന്ന് ഇവിടേക്ക് വരുന്ന സുന്നി ജിഹാദി ഭീകരത എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. അതിനെതിരായിട്ട് ഒരു ആഗോള യുദ്ധം,
സ്വാഭാവികമായിട്ടും ഭീകരത അത് ഏത് മതവും വംശീയതയും ഒക്കെ ആധാരമാക്കിയിട്ടാണ് ലോകത്തിലെ എല്ലാ ഭീകര സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരു ഐഡിയോളജി ഉണ്ട്. ഒന്നുകിൽ മതമായിരിക്കും, അല്ലെങ്കിൽ വംശമായിരിക്കും, അല്ലെങ്കിൽ ജാതി ആവാം, അതല്ലെങ്കിൽ ഭാഷാ സ്വത്വമാവാം. ഇങ്ങനെ ഏതെങ്കിലുമുള്ള സ്വത്വങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഈ ഭീകരത പ്രവർത്തിക്കുന്നത്. ആ ആശയം ആന്തരവൽക്കരിച്ച ഐഡിയോളജിക്കൽ ക്രിമിനൽസ് എന്ന ഒരു സ്വഭാവം കൂടി ഭീകരതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഒഴികെ എല്ലാവരോടും പകയോടെ എന്ന മനോഭാവത്തിലാണ് അവർ നിൽക്കുക. അപ്പോൾ ഈ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധവും രണ്ടാമത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഇന്ത്യയുടെ സ്ഥലം പാകിസ്ഥാൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത് 49 മുതൽ കൈവശം വെച്ചിരിക്കുകയാണ്. ആ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യക്ക് തിരിച്ചു തരണം. അത് ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരും അതിർത്തി കടന്ന ഭീകരതയും മാത്രമായിരിക്കും ഇനി പാകിസ്ഥാനുമുള്ള ഉഭയകക്ഷി ചർച്ചകളിന്റെ അടിസ്ഥാന മറ്റ് ഘടകങ്ങളൊന്നും ചർച്ച ചെയ്യില്ല എന്ന നിലപാട് ഭാരതം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് അയച്ചിട്ടുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി പുനഃപരിശോധിക്കണമെന്ന അപേക്ഷ അത് അഗണ്യകോടിയിൽ തള്ളിക്കൊണ്ട് അത് സാധ്യമല്ല എന്നുള്ള നിലപാട് എസ് ജയശങ്കർ പറഞ്ഞത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പുതിയ തരത്തിലുള്ള ഒരു സംഘർഷങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യ എല്ലാ മേഖലയിലും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പോകുമ്പോൾ വെള്ളം ഒരു പ്രധാന ഉപാധിയായി മാറുന്നു. നേരത്തെ ഷിനാസ് മാഷും അതുപോലെ ബഹുമാനപ്പെട്ട ഫാബീൻ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് ഈ 6 നദികളും പാകിസ്ഥാനിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും താഴ്ഭാഗത്തുള്ള പാകിസ്ഥാന് വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ അത് സമാനമായ നടപടികൾ ഇന്ത്യക്കെതിരെ ഉണ്ടാകും. അത് ബ്രഹ്മപുത്രയുടെ കാര്യത്തിലാണ്. പക്ഷേ അത്ര ശക്തമായ ഒരു സമീപനം ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ എടുക്കാൻ ചൈനയ്ക്ക് കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാല് ഇന്ത്യ കഴിഞ്ഞ് ബംഗ്ലാദേശ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സാങ്പോ നദിയിൽ, അത് തിബറ്റിലൂടെ ഒഴുകുന്ന സാങ്പോ നദിയിൽ ചൈന നടത്തുന്ന വലിയ അണക്കെട്ട് നിർമ്മാണവും ഒക്കെ ഇന്ത്യയെ ബാധിക്കുന്നതിനേക്കാൾ അത് ബംഗ്ലാദേശിനെ ബാധിക്കും എന്നുള്ളത് പ്രശ്നമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശും കൂടി അവിടെ ഉള്ളതുകൊണ്ട് ഏകപക്ഷീയമായി ചൈനയ്ക്ക് ബ്രഹ്മപുത്ര നദിയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുക എളുപ്പമായിരിക്കില്ല. പക്ഷെ അത് ചെയ്യില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതേസമയം ഇന്ത്യ സിന്ധു നദിയിലെയും അതിന്റെ 5 പോഷക നദിയിലെയും നീരൊഴുക്ക് നിയന്ത്രിച്ചാൽ പാകിസ്ഥാൻ അല്ലാതെ വേറൊരു രാജ്യം ഇതിനോടകം തന്നെ ബഗ്ബിഹാറിലും സലാലിലും ഒക്കെ ഡാമുകളിലെ എക്കൽ നീക്കമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നറിയുന്നു. കൂടുതൽ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാൻ അല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തന്നെയാണോ ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നത്? ഈ നടപടികൾ സൂചിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇത് കാരണം 3 ഘടകങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒന്നാമത്തത് പാകിസ്ഥാനുമായി സാമ്പത്തിക തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, നയതന്ത്ര തലത്തിൽ ഒക്കെയുള്ള സമ്പൂർണമായ ബന്ധ വിച്ഛേദനം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. കാരണം ക്രിക്കറ്റ് ഡിപ്ലോമസി, ബസ് ഡിപ്ലോമസി, പീപ്പിൾ ടു പീപ്പിൾ ഡിപ്ലോമസി, കൾച്ചറൽ ഡിപ്ലോമസി, ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പ്രയോഗിക്കാത്ത മാർഗങ്ങളൊന്നുമില്ല. അതേസമയം ഇവിടെ ബസ് ഡിപ്ലോമസിയുടെ പേരിൽ നമ്മൾ ബസ്സിൽ കയറി അങ്ങോട്ട് പോകുമ്പോൾ അവരിങ്ങോട്ട് ഭീകരെ അയക്കുകയായിരുന്നു. ഇതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഇത്തരത്തിലുള്ള സൗഹൃദ ഹസ്തങ്ങൾ നീട്ടുകയും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പിന്നിലൂടെ പാകിസ്ഥാന്റെ ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്ന് ആക്രമണം നടത്തുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബാറ്റ് ബോർഡർ ആക്ഷൻ ടീം അറ്റാക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ മിലിറ്ററി തന്നെ നേരിട്ട് ഇൻവേഷൻ നടത്തുന്നു. ഈ ഭീകരർക്കെല്ലാം പരിശീലനം കൊടുക്കുന്നത്, ആയുധം കൊടുക്കുന്നതൊക്കെ പാകിസ്ഥാനാണ്. പാകിസ്ഥാന് അമേരിക്കയിൽ നിന്നും മറ്റ് ലോകരാഷ്ട്രങ്ങളിലും കിട്ടുന്ന സഹായത്തിലൊരു വലിയ പങ്ക് ഭീകര ക്യാമ്പുകൾ നടത്തുവാനും ഒക്കെ ഭീകര പ്രവർത്തനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുവാനും വകമാറ്റി ചെലവഴിക്കുന്നു എന്നതും വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂർണ്ണമായ ബന്ധവിച്ഛേദം ഉണ്ടായത്. രണ്ടാമത് സൈനികമായ നടപടി, അത് ജമ്മു മുതൽ കച്ച് മേഖല വരെ നീളുന്ന അന്താരാഷ്ട്ര ബോർഡറിലും സിയാച്ചിൻ ഹിമാനി മുതൽ കോട്ല വരെ വരുന്ന കാശ്മീരിന്റെ തെക്കൻ പ്രദേശം വരെ വരുന്ന ലൈൻ ഓഫ് കൺട്രോൾ മേഖലയിലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല. ഇത് രണ്ടും, അന്താരാഷ്ട്ര അതിർത്തിയും
ലൈൻ ഓഫ് കൺട്രോളും ഭേദിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ എല്ലാ ലക്ഷ്യങ്ങളും, സൈനിക ലക്ഷ്യങ്ങളും തീവ്രവാദ ലക്ഷ്യങ്ങളും ഇന്ത്യ ആക്രമിക്കും എന്ന കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു തലം എന്നത് വളരെ സിവിലൈസ്ഡ് ആയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാനുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളിലോ സംഘർഷങ്ങളിലോ ഔദ്യോഗികമായി ഇടപെടുന്നില്ല എന്നതാണ് എങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് സമാന്തരമായി ബലൂജി ലിബറേഷൻ ആർമിയുടെയും തെഹ്രീക്ക് ഇ താലിബാൻ ഈ പാകിസ്ഥാൻ അഥവാ പാക് താലിബാന്റെയും ശക്തമായ ആക്രമണം പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളമുണ്ടായി എന്നുള്ളത് നമുക്ക് യാദൃശ്ചികമായി കാണാൻ സാധിക്കില്ല. അപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ദേശീയതയ്ക്കെതിരായി, അത് വളരെ ഒരുപക്ഷെ പഞ്ചാബി ദേശീയതയാണ് അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. പഞ്ചാബി എലൈറ്റ് ആണ്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 12.7 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ 10% കിടക്കുന്നത് പഞ്ചാബിലാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി അത് പഞ്ചാബിലെ സാമ്പത്തിക ശക്തികളും പഞ്ചാബിൽ നിന്നുള്ള സൈനിക നേതൃത്വവും ഒക്കെ ചേർന്നിട്ടാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ബലൂചിസ്ഥാനും ഈ ഖൈബർ പഷ്തൂൺഖ പ്രൊവിൻസ് ഒക്കെ പാകിസ്ഥാന്റെ മുഖ്യധാരയിലല്ല, അതൊക്കെ പിന്നാമ്പുറത്താണ്. അവിടെയാണ് ബലൂജി നാഷണലിസം ശക്തമായി വരുന്നത്. അതുപോലെ പഷ്തൂൺ ഖാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിലെ പത്താൻകാരും ഖൈബർ പഷ്തൂൺഖ പ്രൊവിൻസിലെ 80% പത്താൻ വംശജരാ. അപ്പോൾ അവരും ചേർന്നിട്ട് ഒരു പത്താൻ രാജ്യമായി മാറുന്ന പുതിയ ദേശീയത അവിടെ ഉയർന്നു വരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി വലിയ ശക്തമായി ബലൂചിസ്ഥാനിൽ നടക്കുന്നു എന്നതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് സമയം കൂടി കുറവായതുകൊണ്ട് ഞാൻ ഇടപെടുന്നതാണ്, ക്ഷമിക്കുക. ബ്രിഗേഡിയർ, ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി എയർബേസ് സന്ദർശിച്ചിരുന്നു. ആദംപൂരിലായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. ഇന്നലെ ജമ്മു കാശ്മീരിൽ രാജ്നാഥ് സിംഗ് എത്തി. ഇന്ന് അദ്ദേഹം ഗുജറാത്തിലാണ് എത്തിയത്. ഭുജിലെത്തിയാണ് അദ്ദേഹം എയർബേസ് സന്ദർശിച്ച് സൈനികർക്ക് ആത്മവിശ്വാസം നൽകിയത്. അതോടൊപ്പം തന്നെ സുരക്ഷാ സേന ജമ്മു കാശ്മീരിൽ 48 മണിക്കൂറിനിടെ 2 ഏറ്റുമുട്ടലിൽ 8 ഭീകരരെ വധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഏറ്റുമുട്ടൽ നടക്കുന്നു, മറ്റിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലെത്തി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സേനാ വിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരെ ഒപ്പം നിർത്തുകയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെയും ചെയ്യുന്നത്. അപ്പോൾ സൈന്യത്തെ കൂടുതൽ ഊർജ്ജസ്വലമായി നിർത്തുന്നു, പ്രതിരോധ ചെലവുകൾ അതിനനുസരിച്ച് ഉയർത്തുന്നു. എന്ത് ഒരു സാഹചര്യം വന്നാലും നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണോ സൈന്യത്തിന് നൽകുന്ന ഈ ആത്മവിശ്വാസം? ഒപ്പം തന്നെ ഈ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഏറ്റുമുട്ടലുകൾ ഭീകരരുടെ അടിവേരറുക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും രേണുക, ആർമി കൗണ്ടർ ഇൻസർജൻസി മിലിറ്റൻസിനെതിരെ JNKയിൽ കംപ്ലീറ്റ്, അവിടെയാണല്ലോ നമ്മുടെ പ്രശ്നങ്ങളുള്ളത്. എപ്പോഴും സതർക്കരാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം യൂണിറ്റ് കമാൻഡ് ചെയ്യുന്ന ഇതേ എൻവയോൺമെൻറ്റിലാണ്. ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷനായിരുന്നു ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത്. അന്ന് 8 ഡിവിഷൻ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന JNKയിലെ മേജർ കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സായിട്ടിരിക്കുന്ന അവരുടെ കൂടെയാണ് എൻ്റെ റെജിമെൻറ്റ് ഉണ്ടായിരുന്നത്. ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ 15 കൊറാട്ട് ബ്രിഗേഡിൽ ആയിരുന്നെങ്കിലും കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ 8 ഡിവിഷൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അന്ന് നടന്നതും അന്ന് ഏറ്റവും കുറവുള്ള അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് AK-47 ഏതാണ്ട് 50 ഓളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും മുമ്പിൽ പോകുന്നവർക്ക് കൊടുക്കാനേ ഞങ്ങളുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ ബോഡി ആർമർ, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള പരാധീനതകൾ കൂടി കണ്ടിട്ടുള്ള ഒരു ഒരു കമാൻഡിങ് ഓഫീസറായിരുന്നു ഞാൻ. പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞ് അതേ ഫോർമേഷനിൽ തന്നെ കമാൻഡറായിട്ട് ഞാൻ ഒരു 7-8 യൂണിറ്റിലുള്ള കമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ഒരു വ്യത്യാസം സെക്യൂരിറ്റി എൻവയോൺമെൻറ്റിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആർമി എപ്പോഴും അത് തുടക്കത്തിൽ തന്നെ 89-ലാകട്ടെ ഈ 1000 കട്ടുകൾ കൊണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന സിയായുടെ ഈ സ്ട്രാറ്റജി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യൻ ആർമിയും അതിൻ്റെ കൂടെ സെൻട്രൽ ആംഡ് റിസർവ് പോലീസസും JK പോലീസും എല്ലാം ഒത്തുനിന്നാണ് പൊരുതിയത്. അതിൽ എല്ലാവർക്കും
നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സിവിലിയൻസിന് അവിടുത്തെ പബ്ലിക്കിനുണ്ടായിട്ടുണ്ട്. ഈ ഇത്ര വർഷമായിട്ട് തുടരുന്ന ഓൾമോസ്റ്റ് 30 വർഷത്തിൽ കൂടുതലായ ഈ ഒരു സംഘടനകളും ഇതെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ഉള്ള കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ഇൻ്റർ ലാൻഡിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ സാംബയിൽ കണ്ടത്. അവിടെ ഏതാണ്ട് 6 പേരെ നമുക്ക് കൊല്ലാൻ, ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഭീകരരിൽ 6 പേരെ കൊല്ലാൻ നമുക്ക് പറ്റി. കുറച്ച് ദിവസം മുമ്പുള്ള കാര്യമാണ്, നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുപോലെ ഓൾറെഡി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് എല്ലാ കാര്യത്തിലും LC നുഴഞ്ഞു കയറി വരേണ്ട ആവശ്യമില്ല. അവരിലെ ഒരു 100 മിലിറ്റൻസ് 3-4 അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ വാലിയിലുണ്ട്, മറ്റുള്ള കിഷ്ത്വാർ, ഡോഡ, റിയാസി, അവിടെയുള്ള വുഡഡ് ഏരിയാസിലുണ്ട്. അവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് ISI പാകിസ്ഥാനിൽ നിന്നാണ്. അവർക്കുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സെക്യൂറാണ്. അവരെ ഈ പറഞ്ഞ പോലെ ബൈസരണിൽ ആ ഒരു കൂട്ടക്കൊല നടത്തി പോയെന്നുള്ള ആൾക്കാർ അവരുടെ ഓൾറെഡി റൂട്ടൊക്കെ തയ്യാറായിട്ട് അവർക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആവശ്യം വരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സോഫിസ്റ്റിക്കേഷനാണ് അവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനോട് കൂടിയാണ് ഈ ആർമി ആകട്ടെ, രാഷ്ട്രീയ റൈഫിൾ ആകട്ടെ, സെൻട്രൽ BSF ഉൾപ്പെടുന്ന സെൻട്രൽ CAPF ആകട്ടെ, പോലീസ് ആകട്ടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പാകിസ്ഥാൻ ഈ പറഞ്ഞു വന്നത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് മാക്സിമം ഡാമേജ് നമ്മുടെ സപ്ലൈ ലൈൻസിൽ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗാർഡ് സ്വല്പം ഡൗൺ ആയപ്പോൾ അത് പല റീസണാണ്. അത് നമ്മൾ ഈ ബൈസറണിൽ ഇങ്ങനെ ഉണ്ടാകാൻ കാര്യം എന്തെന്നുള്ള ഒരു കാര്യത്തെ എനിക്കറിയാം എന്താണ് ഉള്ളതെന്ന്. പക്ഷേ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഈ അമർനാഥ് യാത്ര തുടങ്ങുന്നത് ജൂലൈയിലാണ്. അപ്പോൾ ഒരു ജൂണിലേക്കൊക്കെയാണ് അവിടെ ഒരു സുരക്ഷാ രീതികൾ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വൾണറബിൾ ഏരിയ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി ISI ടാർഗറ്റ് ചെയ്ത് നടത്തിയ ഒരു കൊലയാണത്. പക്ഷേ അത് അവർ ശിക്ഷ ഇരുന്ന് വാങ്ങുന്ന പോലെ അതായിപ്പോയി. ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അതൊരു 26 പേര് കൊന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3-4 പേര് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒരു മൈനർ സ്കെർമിഷസിൽ ഇങ്ങനെ നിന്നു പോയിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതിയിൽ പാകിസ്ഥാൻ എത്തുമായിരുന്നില്ല. ശരി, എന്തായാലും കൃത്യമായ മറുപടി അതിന് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അത് തുടരുമെന്ന സൂചന തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. നമുക്കൊരു ഇടവേള വേണം, വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക്. വീണ്ടും ചർച്ചയിലേക്ക് 4 മിനിറ്റ് മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. 2 മിനിറ്റ് വീതം ഷിനാസിലേക്കും വിൻസെന്റിലേക്കും പോകാമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ AM ഷിനാസ്, ഞായറാഴ്ച വരെയാണ് വെടിനിർത്തൽ ഉള്ളത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വെടിനിർത്തൽ തുടരുക എന്നത് എത്രമാത്രം സാധ്യമാണ്? അതോ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമോ? ഏപ്രിൽ 18 അല്ലെങ്കിൽ 19 വരെയാണ് വെടിനിർത്തൽ. ഇന്ത്യയുടെ ഉപാധികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരത, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കണം. ഭീകരത മാത്രമാണ് ചർച്ച, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചുമാണ് ചർച്ച. ഇപ്പൊ ഭീകരത പാകിസ്ഥാനിൽ അവസാനിക്കണമെങ്കിൽ പാക് സൈന്യവും ISIയും ഭീകരവാദികളും തമ്മിലുള്ള നാഭീനാള ബന്ധം വിച്ഛേദിക്കപ്പെടണം. അതിന് പാക് സൈന്യവും ISIയും തയ്യാറാവണം. കഴിഞ്ഞ ഒരു 3.5 പതിറ്റാണ്ടായെങ്കിലും പാക് സൈന്യത്തിന്റെ ജനിതകത്തിൽ ഭീകരവാദ പ്രവർത്തനം ഒരു വലിയ മുതൽ മുടക്കില്ലാത്ത, വലിയ റിസ്ക് ഇല്ലാത്ത, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു പ്രവർത്തനമായി ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനിൽ എന്നൊക്കെ സൈന്യത്തിനു മേൽ കുറച്ചുകൂടി മേധാവിത്വം അല്ലെങ്കിൽ മേൽക്കൈ പുലർത്താൻ ശ്രമിച്ച സിവിലിയൻ സർക്കാരുകൾ വന്നിട്ടുണ്ടോ? ലിയാഖത്ത് അലി ഖാൻ 51-ൽ വധിക്കപ്പെട്ടു. പിന്നെ സുൽഫിക്കർ അലി ഭൂട്ടോ സൈന്യത്തിന് മേൽ കുറച്ച് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ഗതി, അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു. പിന്നെ നവാസ് ഷെരീഫ് ആയിരുന്നു. നവാസ് ഷെരീഫ് അദ്ദേഹത്തെ പ്രവാസിയായി സൗദി അറേബ്യയിലേക്ക് പോകേണ്ടി വന്നു. ബേനസീർ ഭൂട്ടോ വധിക്കപ്പെട്ടു. അപ്പൊ പാകിസ്ഥാനിൽ പാക് സൈന്യത്തിന് മേൽ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിലൊക്കെ ഉള്ള ബന്ധം പോലെ പാക് സൈന്യത്തിന് മേൽ, പാക് സൈന്യത്തെ ചൊൽപ്പടിയിൽ നിർത്താൻ പറ്റുന്ന, വരുതിക്ക് നിർത്താൻ പറ്റുന്ന, സിവിലിയൻ സർക്കാരുകൾ പറഞ്ഞത് കേൾക്കുന്ന ഒരു പാക് സൈനിക സംവിധാനം ഉണ്ടാവുകയും വേണം.
തീർച്ചയായും ഇതൊക്കെ ഉണ്ടായാല് തീർച്ചയായും അതാണ് വേണ്ടത്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഇസ്താംബൂളിൽ ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുകയാണ്. അപ്പോൾ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ പോലും ചർച്ചയിലൂടെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഇടപാടലിലൂടെ തന്നെ ഈ വിഷയം പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണോ താങ്കൾക്കുള്ളത്, ഒരു മൂന്നാമസ്ഥനും ഇല്ലാതെ തന്നെ? അല്ല, ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒഫൻസീവ് മിനിസ്ട്രി പോലും ലോകത്തിലെ രാജ്യങ്ങൾക്കില്ല. എല്ലാ രാജ്യങ്ങൾക്കുള്ള ഡിഫൻസ് മിനിസ്ട്രിയാണ്, പ്രതിരോധമാണ്. എന്ന് വെച്ചാൽ ഒരു യുദ്ധം ഒഴിവാക്കണം എന്ന ലോകം മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ ഏറ്റവും സ്ഥിരതയാർന്ന അധികാര കേന്ദ്രം പാകിസ്ഥാന്റെ പട്ടാളമാണ്. അതുകൊണ്ട് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഭാഷണം നടത്തുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവിടുത്തെ ഏറ്റവും അസ്ഥിരമാർന്ന, ഏറ്റവും ദുർബലമായ ഒന്നാണ് അവിടുത്തെ സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. പാകിസ്ഥാനിൽ നമുക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടായി അത് നടപ്പിലാക്കണമെങ്കിൽ അവിടുത്തെ ഏറ്റവും സ്ഥിരതയാർന്ന അധികാര കേന്ദ്രം മിലിറ്ററിയാണ്. പക്ഷെ ആ മിലിറ്ററിക്ക് ഒരു രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിശ്ചയിക്കാനോ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, ജിഹാദിസത്തെ നമ്മൾ സ്വിച്ചിട്ടതുപോലെ നിർത്താൻ പറ്റുന്ന ഒന്നേയല്ല, അതൊരു ഐഡിയോളജി കൂടിയാണ്. കഴിഞ്ഞ ഒരു 4 ദശാബ്ദ കാലമായി പാകിസ്ഥാൻ ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷൻ കൂടി നടത്തിയിട്ടാണ് ഒരു ഭീകരവാദിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ആശയം അവിടെ നിലനിൽക്കുകയാണ്. അത് സ്വിച്ചിട്ട പോലെ നിൽക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഐഡിയ ഹാവ് വിങ്സ്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വമോ പാകിസ്ഥാനിലെ സൈന്യമോ ISIO പോലും വിചാരിച്ചാൽ അവർ പൂർണ്ണമായി പിന്തുണ പിൻവലിച്ചാൽ പോലും ഈ ടെററിസത്തെ വളരെ എന്തായാലും ഭീകരതയ്ക്കെതിരായ ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. അക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിക്കുക കൂടിയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.